ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. ഇപ്പോൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇനി നാളെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. നല്ലൊരു കൂട്ടുകറി. നമ്മൾ സാധാരണ പച്ച തേങ്ങയാണ് അരയ്ക്കാറ്, ജീരകമൊക്കെ ചേർത്തിട്ട്. ഇത് തേങ്ങ വറുത്തിട്ട് അരയ്ക്കുന്നതാണ്. ഞാൻ ഒരു സ്ഥലത്തു നിന്ന് കഴിച്ചു, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പച്ചത്തേങ്ങ അരച്ച് ചെയ്യുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വറുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പച്ചക്കറി കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ഓരോ കപ്പ് വീതം പടവലങ്ങ അരിഞ്ഞത്, പിന്നെ പച്ചക്കായ ഞാൻ തൊലിയോട് കൂടെയാണ്, തൊലിയൊന്ന് പതുക്കൊന്ന് ചീകി കളഞ്ഞിട്ട് തൊലിയോട് കൂടെ തന്നെയാണ് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത്, അതും ഒരു കപ്പ്. പിന്നെ ചേന, മത്തങ്ങ എല്ലാം ഓരോ കപ്പ് വീതം. ചേന മാത്രം ഞാനൊരു 3/4 കപ്പ് ചേർത്തിട്ടുള്ളൂ. മത്തങ്ങ 1 കപ്പ്. ഇനി ഇതിലേക്ക് കറുത്ത കടല, അത് ഞാനൊന്ന് വേവിച്ചതാണ്, അത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര, അതായത് ഒരു അച്ചിൻ്റെ ഒരു 1/4 ഭാഗം മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത്, 1/2 കപ്പ് വെള്ളം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്നതിനിടയിൽ നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. നല്ല ജീരകം മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക്, അത്രയും മതി. 1 ടീസ്പൂൺ തന്നെ ഒരുവിധം നല്ല എരിവുണ്ടാവും. ഇപ്പോൾ കുരുമുളകിൻ്റെ എരിവാണ് ഈ കൂട്ടുകറിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ട് തന്നെ അത് വറുത്തെടുക്കാം. നന്നായിട്ട് തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് ആദ്യം ഒന്ന് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ഇതിനിടയിൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളവും ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് എല്ലാതും ഉടക്കരുത്, കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു തിക്കായിട്ട് കിട്ടും. അപ്പോൾ തേങ്ങ അങ്ങനെ കൂടുതൽ ചേർത്താൽ ആ തേങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ വരിക. ഇപ്പോൾ ഈ ചേർത്ത 1/2 കപ്പ് തേങ്ങ ഇതിന് പാകമാണ്. ഈ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ കൂട്ടുകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് വറുത്തിടാനായിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ നന്നായിട്ട് ചുവക്കെ വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന കൂട്ടുകറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. സാധാരണ സദ്യയിലുള്ള എല്ലാ കറികളും അടിപൊളി ടേസ്റ്റാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ. പൊതുവെ കല്യാണങ്ങൾക്കൊക്കെ പോയാൽ ഞാൻ സദ്യ എവിടെയാണോ അവിടെയായിരിക്കും ഞാൻ ഇരിക്കുക. അപ്പം അതിലെനിക്ക് എല്ലാ കറികളും ഇഷ്ടമാണ്. അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതിലൊന്നാണ് ഈ കൂട്ടുകറി, അതുപോലെ എരിശ്ശേരി, അങ്ങനെ എല്ലാതും. അപ്പോൾ ഈ എരിശ്ശേരിയും കൂട്ടുകറി ഏകദേശം ഒരേപോലെ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ വറുത്തരച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.